അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചധികം സമയമുണ്ട്. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അല്ല അതെയാ അമലത് പറയുന്നില്ല. അമല പേപ്പർ മാറ്റി തെറ്റാണെന്ന് വെച്ചിട്ട്. ഹായ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബഡ്സ് സ്കൂളിലേക്ക് പോക്കാന്ന്. ചാലക്കുള്ള ശാന്തി ദ്വീപ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ഞാൻ മാത്രമല്ല, ഇന്ന് സഞ്ജു ഉണ്ട്, ജിഷ്ണുണ്ട്, നവജോതുണ്ട്. അപ്പോൾ പിന്നെ സഞ്ജുവിൻ്റെ മാമ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ശാന്തി ദ്വീപ്. അപ്പോൾ നമ്മൾ കുറേ അങ്ങോട്ടേക്ക് പോകണം എന്ന് വിചാരിക്കുന്നത്. നമ്മളൊരു ഓണത്തിന് നമ്മളൊരു മാവേലീനെ കെട്ടിയിട്ട് ചെറിയൊരു പരിപാടി ആക്കിനു. വീടുകളിലെല്ലാം കയറിയിട്ട് നമ്മൾ ചെറിയൊരു പൈസ പിരിവും പോലെയെല്ലാം മാവേലീനെ കെട്ടിയിട്ട് നമ്മൾ സാധാരണ ആക്കുന്ന പോലെ. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പൈസ നമുക്ക് കിട്ടീനു. അപ്പോൾ നമ്മളത് അന്നേരെ ആ ബഡ്സ് സ്കൂളിൽ കൊടുക്കണം എന്ന് നമ്മൾ വിചാരിച്ചതാണ്. അപ്പോൾ നമ്മളത് കുറേ ആയി ഇങ്ങനെ പോകണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരാളില്ല. ഒരു ദിവസം നമ്മൾ പോകാൻ വേണ്ടി തയ്യാറാക്കുമ്പോൾ ടീച്ചർ ആടി ഇല്ല എന്ന് പറഞ്ഞ് വിളിച്ചേരാം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക് പോക്കാന്ന്. അപ്പോൾ പോകുമ്പം ഒരു കേക്ക് മേടിച്ചിട്ട് അവിടെ നിന്ന് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ മലപ്പട്ടം തന്നെയുള്ള KR ബേക്കറിയിൽ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. അവിടെ നിന്ന് കേക്ക് കൊടുത്തിട്ട് നമ്മൾ നേരെ സ്കൂളിലേക്ക് പോകുന്നതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ KR ബേക്കറിൻ്റെ മലപ്പട്ടം കുളന്തക്കുള്ള വരെ ഇതെല്ലാം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത്. നന്നായി പോലോ അല്ലേ? അപ്പോൾ നമ്മൾ ചാല അങ്ങോട്ടേക്ക് മിംസിൻ്റെ എല്ലാം ഭാഗത്തേക്ക് അങ്ങോട്ടേക്കാണ്. നമ്മൾ സ്കൂൾ ഇങ്ങോട്ടേക്കാണ്. മയ്യെന്ന് ചെറുവത്തല മുട്ട കുടുക്കി മുട്ട വന്നിട്ട് ഏച്ചൂര് അവിടെ നിന്ന് നേരെ ഇങ്ങനെ ചാലക്കെത്തി. ചാലക്കുന്ന് ലെഫ്റ്റിലേക്കാണ് കേട്ടോ വന്നേ. ഇപ്പം ഇങ്ങനെ വന്ന് എവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്? ഇത് തന്നെയാവും അല്ലേ? ബോർഡ് കാണുന്നുണ്ട്. ഇങ്ങനെ താഴെ ഒരു ബോർഡുണ്ട് കേട്ടോ, ശാന്തി ദീപം സ്പെഷ്യൽ സ്കൂൾ. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അറിയാം അറിയില്ല. എഴുതുന്നുണ്ട് കേട്ടാ. എഴുതല എഴുതിക്കോ ഓ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ടിയറിംഗ് ആൻഡ് പേസ്റ്റിംഗ് എന്ന് പറയും. അപ്പോൾ ഭക്ഷണമെല്ലാം ദോശ ചപ്പാത്തി എല്ലാം മുറിച്ചെടുത്ത് കഴിക്കാനുള്ള ട്രെയിനിങ് ആണ് ഇത് അല്ലേ ഇങ്ങനെയുള്ളത്. പിന്നെ ഒപ്പം കളർ കൺസെപ്റ്റും. അതിവിടെ ഇതിങ്ങനെ തൊട്ടൊട്ടിക്കുമ്പോൾ കയ്യിൽ ഗമ്മാവും. ഗമ്മാവുമ്പോൾ ഇതിങ്ങനെ ആക്കുമ്പോൾ അതൊരു ബ്രെയിൻ സ്റ്റിമുലേഷനാണ് നമ്മുടെ ഏരിയക്ക്. കുറച്ച് താടിയല്ലോ ഏട്ടനെ. എനിക്കില്ലേ താടിതാ? എനിക്കൊണ്ട് താടി. എനിക്കില്ലേ താടിതാ? ഡാൻസറാ? പരിപാടി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞ ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അന്ന് വരാൻ പറ്റിയില്ല. ഡാൻസ് കാണാൻ പറ്റുമോ? നമുക്ക് ഒരു ദിവസം പരിപാടി ഉള്ള ദിവസം ഒരു ദിവസം വരാം. അതെയാ? ഓക്കെ. ഇതല്ലേ? ഹായ്. 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 ഫിസിയോതെറാപ്പി അല്ലേ?
എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും എല്ലാവർക്കും ചെയ്യുന്നല്ലേ ദാതാവാണ് ഭാരിച്ച്. ഇവര് രണ്ടാളും അല്ലേ ആയാ ചോറായാ അപ്പുറം പോയിട്ട് വരുന്നത് നമ്മളിന്ന് നിങ്ങളെ ചോറും കറിയെല്ലാം കൊണ്ടിട്ട് പോകുന്നത്. ഞാൻ വിചാരിച്ചെന്താ വെച്ചാലേ നമ്മളിപ്പോ അവരിങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ അതിനുള്ള കയറിയാലേ അവര് സ്റ്റോപ്പായി പോകുമെന്ന് വിചാരിച്ച്. ഇല്ല അല്ലേ? നമ്മളെ ഏറ്റവും ചെറിയ കുട്ടികളെ അതെ അല്ലേ? ഹായ് 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 ഹായ്. എന്നാ എന്നാ അത് ആ അതിന്റെ മേലത്തെയോ ഇതോ കാക്ക അതിന്റെ മേലത്തെയോ പൂച്ച അവനെല്ലാം അറിയാം. ആ ഇത് പ്ലേ സ്റ്റേഷൻ ചെറിയ ഇതല്ലേ? ഇവർക്ക് തന്നെ മക്കൾക്ക് ആവാൻ പറ്റുന്ന ഇവിടെ വരാൻ പിന്നെ ചെറിയ കുട്ടികളായതുകൊണ്ട് പൈപ്പും എല്ലാ സൗകര്യവും. പിന്നെ അത് ടച്ച് കമ്പ്യൂട്ടറാണ്. ഫിസിക്കലി വയ്യാത്ത കുട്ടികളെ മാത്രം ഇതില് എന്ന് വെച്ചാൽ ബാക്കിയുള്ളവരൊരു എക്സസൈസ് അല്ലേ അതെ 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 അതെ. ഒരാഗ്രഹത്തിന് പിന്നെ നമുക്ക് വരാൻ പറ്റില്ല. ചാനലല്ലേ? ഞാനോട് സഞ്ജു പറഞ്ഞത് അതെ എന്തെങ്കിലും ഒരു കുട്ടികളെ ഒരു ആക്ടിവിറ്റി എന്തെങ്കിലും വരുമ്പോ നല്ലതല്ലേ? ഹായ് നമസ്തേ. സാമിയ സാമ്യാണ്. ഹായ് സീനിയർ ആണല്ലേ? അതെ അല്ലേ? ഇല്ലേട്ടാ അറിയാ? നമ്മുടെ അടുത്ത് തന്നെ അടുത്ത് തന്നെയാണ്. ആ നിങ്ങളെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അമല അറിയാ? അമല അത് പറയുന്നില്ല. അമല പേര് പറഞ്ഞില്ലേ? പറഞ്ഞു ഇത് വരുന്ന അല്ല പിന്നെ കിസ് മത്സരം നടക്കുന്നുണ്ടാ? അപ്പൊ പേപ്പർ മാറ്റി തെറ്റാണെന്ന് വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ആക്കുന്ന ടീച്ചറല്ല മെഴുകുതിരികളെല്ലാം താഴെ കാണാം ഉണ്ട് അല്ലേ? ഇമ്മാനുവൽ എന്ന വാക്കിന് അർത്ഥം ദൈവം നമ്മോടും കൂടെ. ഇതെന്റെ മോൻ അജയ്. ശാന്തിദീപം തുടങ്ങാനുള്ള കാരണം ഇവനാ. പേപ്പറിന്റെ പെന്നാണ്. ഇതെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് ടീച്ചർ എന്താ ചെയ്യാ? നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടല്ലേ? പെന്നുണ്ട്, പിന്നെ പേപ്പർ ഫയൽ. ആ ആ ആ ശരി എന്നാലേ താഴുണ്ട്. ഇവിടെ പാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊരു പാട്ട് മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രം എരിയുന്ന ജീവന്റെ തിരികളുണ്ട് ആത്മാവിനുള്ളിൽ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. അടിപൊളി പാട്ട് കേട്ടാ. കഴിഞ്ഞില്ല പാട്ട് പാടുന്നുണ്ട്. അടിപൊളിയാവുന്ന എവിടെയാണ്? മെഡിക്കൽ സയൻസ് ഒരിക്കലും സംസാരിക്കൂല, കണ്ണ് കാണൂല, നടക്കൂല എന്ന് വിധി എഴുതിയ കുട്ടിയാണ് ഇപ്പൊ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് പാട്ട് പാടിയത്. ടീച്ചറെ
എൻ്റെ മോനല്ലേ? അങ്ങനെ അവൻ ലൈഫിലേക്ക് ആയതിനു ശേഷമാണ് ഇനിയുള്ള ലൈഫ് ഇങ്ങനെ. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ മെഡിക്കൽ ഫീൽഡിന് അപ്പുറത്തേക്കും ഒരു ശക്തി ഉണ്ട് എന്നുള്ളത്. 5 വയസ്സ് വരെ ഞാൻ ഡോക്ടർമാർ പറഞ്ഞത് വിശ്വസിച്ച് വീട്ടിലെ മോളൊക്കെ ഇരുന്നതാണ്. പിന്നെ ഇവന്റെ 5 വയസ്സിൽ മോള് ജനിക്കുന്നതോടുകൂടിയാണ് എനിക്ക് ക്യാൻസർ. അതുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ പിന്നെ ലാസ്റ്റില് സർജറി വരുമ്പോൾ ഞാൻ ചെയ്താലും ഇല്ലെങ്കിലും മരിക്കുന്നു പറയാണ്. അപ്പോൾ ആരും മോനെ നോക്കാനില്ലാണ്ടായി ഒരു സ്ഥാപനത്തിൽ കൊടുത്തു പോകേണ്ടി വന്നു. അന്നേരം എനിക്ക് തിരിച്ചു വന്നേ പറ്റുള്ളൂ അവരെ കൊണ്ടുവരാൻ. ആ പരമാണ് ലൈഫിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തിയത്. ഒരു വലിയൊരു പോരാളിയാണ് നമ്മളെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും. ഇത് നമ്മൾ റണ്ണിങ് ക്ലോത്ത് എടുത്തിട്ട് സൈഡ് അടിച്ചിട്ട് ബെഡ്ഷീറ്റ്, ഏപ്രൺ, അങ്ങനെയല്ലേ അല്ലേ? ഒരു ബെഡ്ഷീറ്റ് ഞാൻ എടുത്ത് നോക്കുന്നുണ്ടേ. ഇത് കോയമ്പത്തൂർ ഖാദിന്റെ തുണി എടുത്തിട്ട്. ടീച്ചർ എൻ്റെ കൈ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ഇതിപ്പോ തുണി എടുത്തു കഴിഞ്ഞാൽ ഈ സൈഡ് അടിക്കാന്നുള്ളതാണ് നമുക്ക് ഒരു കാര്യമുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഷീറ്റിന്റെ ഇതിൽ കൊടുക്കാനല്ലേ? ഇന്നല്ല എങ്ങനെയാ ടീച്ചർ? ഇത് നമ്മൾ 300 ആയിട്ടാണ്. 300 അല്ലേ ഷീറ്റിന്. ഓക്കെ ഓക്കെ. ഏറ്റവും വയസ്സ് കുറഞ്ഞാണ്, ഏറ്റവും വയസ്സ് കൂടിയാണ്. എപ്പോ ഒരു പാട്ടായാലും ആരും കാണൂല. നമ്മളെ സഹൽ അനക്കില്ല. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അങ്ങുള്ളിലെ ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തിലെ. വേറെ പാട്ട് പാടിക്കോന്നാല് ഓർമ്മയുള്ള. ഇല കൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി, മനമുരുകും വേദനയിൽ ആങ്കിളിയാ കഥ പാടി മറഞ്ഞു പോയി. ആ മന്ദഹാസം ഓർമ്മകൾ മാത്രം, ഓർമ്മകൾ മാത്രം. ഇല കൊഴിയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി. ഇന്ദ്രനീലത്തിനോടെന്തുകൊണ്ടോ പണ്ടു തൊട്ടേ എനിക്കിഷ്ടം. നമ്മളൊരു പാട്ട് പാടുന്നുണ്ടേ, എല്ലാവരും കൈ അടിക്കണേ. നിങ്ങൾക്ക് വേണ്ടി നമ്മളെ പാട്ടുകാരൻ പാട്ട് പാടേ. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ തിരുമുന്നിൽ പങ്കുനിന്നാൽ ഞാൻ അമ്പാടി കൈകിടാതെ ഓടിപ്പാവുടുത്ത് കളിത്താലവുമായി വിഷു കൈനേട്ടമെൻ കയ്യിൽ തരുമ്പോൾ എന്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുകാലിയും. തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ. ആരെ കലാമണിയില്ല? ആരെ പാടുവാ?
കുട്ടിയല്ലേ ഡാൻസ് കളിക്കാൻ വേണ്ടി വന്ന്? ഇവരെല്ലാരും ഒപ്പന തന്നെയാട്ടോ ഭക്ഷണം കഴിക്കുന്നിരുന്നിട്ട്. അതെ അതെ, ചട്ടിയിലും ആരും വെക്കില്ല. എന്തെല്ലാം കറികളെ ചേച്ചി? ഇഞ്ചിക്കറി, പച്ചക്കറി, മത്സ്യക്കറി. മത്സ്യക്കറി അല്ലേ? ഉണ്ടാക്കൽ തന്നെയാണല്ലേ, പുറത്തുനിന്നൊന്നും വാങ്ങൂല. ഷെഫ് പേരെന്തേനു? ഭാനുമതി. ഭാനുമതി അല്ലേ? നമ്മള് ചോറും വാങ്ങി റൂമിലേക്ക് നോക്കാം. ഈ ക്ലാസ്സിലാ? ആ ഇടിയിരുന്നൂടെ ടീച്ചറെ? ഇടിയിരുന്നൂടെ? നമ്മൾ എടുത്ത് ചോറെല്ലാം വാങ്ങി ചോറ് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ്. സാമിയായതുകൊണ്ട് ചോറും പരിപ്പും ഇഞ്ചിക്കറിയും. നമുക്ക് മീൻ കറിയും കൂടി ഉണ്ട്. ജിഷ്ണു ഒരു അടിപൊളി പാട്ട് പാട്. മറക്കുവാൻ നീ പഠിച്ചു മറന്നു മകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. അടിപൊളി. നീറ്റാ പാട്ട് പാടേണ്ടത്. നീ പാട്ട് പാടാൻ വേണ്ടി പറഞ്ഞുതരാം. പേരെന്തേനു? അബിന്ദ്. ഓക്കെ, അടിപൊളി പേര്. ഉള്ളേട്ടാ പാട്ട് പാടാ? എന്നാ ഒരു പാട്ട് പാടണം. ഇല്ലേട്ടാ ഒരു പാട്ട് പാടേ. പഴയ പാട്ടാത്. പഴയതാന്ന് ഓർമ്മയില്ല അല്ലേ? പുതിയ പാട്ട് ഏതാന്ന് ഓർമ്മയുണ്ടോ? അറിയില്ല അല്ലേ? പഴയ നാണം കണിക്കല്ല. ഒരു പാട്ട് പാടി. അടിപൊളി 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 പാട്ട്. ആയിക്കോ ആയിക്കോ. അപ്പോൾ ഇതാണ് നമ്മളെ സ്കൂളിൻ്റെ കപ്പിത്തെ ജലറാൻ ടീച്ചർ. ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഇപ്പോൾ ഒന്ന് പറഞ്ഞാൽ. സ്കൂളിൻ്റെ അവസ്ഥ പൂട്ടലിൻ്റെ വക്കലെന്ന് പറഞ്ഞതുപോലെയാണുള്ളത്. ഇപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ 2 സ്ഥാപനങ്ങൾ സാമ്പത്തിക പ്രശ്നം കൊണ്ട് പൂട്ടി. ഞങ്ങളതും അത്രയും സാമ്പത്തിക പരാധീനതയിൽ തന്നെയാണുള്ളത്. ഗ്രാൻഡ് എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിൽ 100ഓളം വരുന്ന കുട്ടികൾ അതിൽ മേലെയുള്ളതാണ്. ടോട്ടൽ ഇപ്പോൾ എത്ര കുട്ടികൾ? 130 കുട്ടികൾ. അപ്പോൾ ഇതിൽ ഇവരെ പഠിപ്പിക്കാൻ മാത്രം നമുക്ക് സാധാരണ സ്കൂളിൽ പോലെ ഒരു ടീച്ചർക്ക് 10-40 കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയില്ല. 1:8 റേഷ്യോയിലുള്ളപ്പോഴും തന്നെ അത്രയും ഇല്ല നമുക്ക്. 24 ജീവനക്കാരാണ് ഇവിടെയുള്ളത്. വളരെ തുച്ഛമായ വേതനത്തിലാണ് അവരൊക്കെ ജോലി ചെയ്യുന്നത്. എന്നാലും ചില മാസങ്ങളിൽ നമുക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാണ്ട് നമ്മൾ ബുദ്ധിമുട്ടി പോകുന്നുണ്ട്. സ്റ്റാഫിനുള്ള റണ്ണിങ് എക്സ്പെൻസ് എന്നുള്ളതും വാഹന ചെലവ്, കുട്ടികൾക്കുള്ള ഭക്ഷണ ചെലവ്, ഇതൊക്കെയാണ് നമ്മളെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ട് ഇപ്പം നിൽക്കുന്നത്. കുട്ടികൾ ഫീസായിട്ട് എങ്ങനെയാണ്? ഫീസായിട്ട് ഒരു 250 രൂപ നമ്മൾ കുട്ടികൾക്ക് പറയുന്നുണ്ട്. പക്ഷെ അത്
എല്ലാ കുട്ടികൾക്കൊന്നും തരാവുന്ന ഒരവസ്ഥയൊന്നുമല്ല. നമ്മൾ ഒരു മാസത്തേക്ക് ഇത് ദാരിദ്ര്യരേഖ താഴെയുള്ള കുട്ടികളാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാത്തരം തെറാപ്പികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സാമ്പത്തികമാണ് നമ്മൾ ഏറ്റവും വലിയൊരു പ്രശ്നം. ഇത്തരമൊരു സ്ഥാപനം നിലനിന്ന് പോകണ്ടെങ്കിൽ സമൂഹത്തിലെ നല്ല മനസ്സുള്ള ആൾക്കാരുടെ കൈത്താങ്ങുകൊണ്ട് മാത്രമേ നമുക്കത് സാധ്യമാവുള്ളൂ. ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ശാന്തിദീപവും പൂട്ടിപ്പോവാതെ ഇനിയും ഒരുപാട് മക്കളെ ജീവിത വഴിയിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ 2 ഒളിമ്പ്യന്മാരുണ്ട്, 5 കുട്ടികൾ ഇവിടെ നിന്ന് വിവാഹിതരായിട്ട് കുടുംബജീവിതം നയിക്കുന്നുണ്ട്. അപ്പം ഇതിലൊക്കെ ഇവരെ പ്രാപ്തരാക്കുമ്പം സൊസൈറ്റി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ, ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ്. ഞാൻ സഞ്ജുവിൻ്റെ മേമേൻ്റെ വീട്ടിൽ നമ്മളന്ന് പോയരാണ് നമ്മൾ അശ്വിന കാണുന്നത്. അപ്പോൾ അന്നേരം സഞ്ജുവിൻ്റെ മേമ ഇങ്ങനെ നമ്മളോട് ആദ്യം അന്ന് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഞാനന്ന് ഒരിക്കൽ വിളിച്ചിട്ടുണ്ട് നമ്മൾ വരാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ നമുക്ക് അന്നൊന്നും അതിന് പറ്റിയിട്ടില്ല. നെല്ലേനും ഒരു സമയമുണ്ട് എന്ന് പറയുന്നത് നമുക്ക് സമയം. അപ്പോൾ ഞാനിപ്പം ചാനൽ തുടങ്ങിയിട്ട് 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഫസ്റ്റ് വീഡിയോ തന്നെ ഞാൻ എടുത്തേക്ക് ഞാൻ അന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും വരണം എന്നുള്ളൊരു അത് മനസ്സിൽ അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് എടുത്തേക്ക് വന്നത്. അപ്പോൾ ഇത് എത്രയാൾ ആവട്ടെ, ഇത് എത്രയാൾ കാണുന്നോ ഒന്നും അറിയില്ല. ഞാനതാ ടീച്ചറോട് പറഞ്ഞത്. ചിലപ്പോൾ ഒരാളായിരിക്കും കാണുക, അയാൾക്ക് സഹായിക്കാൻ തോന്നിയാൽ അത്രയും. തീർച്ചയായിട്ടും എന്താണ് നമ്മൾക്ക് കയ്യിലുള്ളതും കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള പലരും ജെന്യുവനായിട്ടുള്ള സ്ഥാപനങ്ങൾ അറിയുന്നില്ല. അത് ഒരു വിഷയമാണ്. അതെ. പിന്നെ എല്ലാവരും നമ്മളെപ്പോലെ തരാനും അതുപോലെ സഹായിക്കാനും മനസ്സുള്ളവരാകണമെന്നില്ല. അത് നമുക്ക് ഒന്നും പറയാനൊന്നും പറ്റില്ല, നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. പക്ഷേങ്കിൽ എന്നാൽ പോലും നമ്മളെ ഞാൻ അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഇത് ഏകദേശം ഒരു അരമണിക്കൂർ വീഡിയോ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അത് കാണുന്നവർ കാണട്ടെ, മാക്സിമം കാണട്ടെ. എന്നിട്ട് എന്തായാലും ശാന്തി ദീപത്തിനെയും ടീച്ചറെയും നമ്മളെ മക്കളെയും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ പറ്റട്ടെ. നമ്മൾ ഒരു വിളിക്ക് അപ്പുറം നമ്മളുണ്ടാവും, നമ്മളെല്ലാവരും വരും, ഓടിയെത്തും. ഇനിയും നമ്മൾ വരും ഷുവറായി. ഈ ഡിസംബർ 14, 15 നമ്മുടെ മക്കൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കണ്ണൂർ ചേംബർ ഓഫ് കൊമേഴ്സിൽ എക്സിബിഷൻ ഉണ്ട്. കുട്ടികൾ അവിടെ ഇരുന്ന് പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഫുഡ് കോർട്ട് ഉണ്ട്. എല്ലാം ശാന്തിദീപത്തിന്റെ ഫണ്ട് ഉണ്ടാക്കാനാണ്. കാണുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ആ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. മെഴുകുതിരികളാണല്ലേ ടീച്ചറെ? ഡിഫറെൻറ്റ് ടൈപ്സ് മെഴുകുതിരികൾ. ഇതെല്ലാം നമ്മ മക്കൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണ്. ഓർണമെന്റ്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ പെയിന്റിങ്സ് ഇതൊക്കെ നമ്മൾ എക്സിബിഷനിൽ കുട്ടികൾ അവിടെ ഇരുന്ന് ചെയ്യണം എന്നാണുള്ള പ്ലാനിങ്ങിലുള്ളത്. ഇത് ചെയ്ത് അതുകൊണ്ടാണ് അതാരും വിശ്വസിക്കില്ല. അപ്പം നമ്മൾ സ്പോട്ടിൽ ഇതിന് മുന്നേ ഒരു എക്സിബിഷൻ വെച്ചപ്പോഴും കുട്ടികൾ സ്പോട്ടിൽ ഇരുന്ന് പെയിന്റ് ചെയ്തല്ലേ? അങ്ങനെ ഇത് ഇവരാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂല ആരും. ഇതെല്ലാം സെയിലിന് എങ്ങനെയാണ് കോണ്ടാക്ട്? ടീച്ചർ നമുക്കപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെന്ന് ആവശ്യക്കാരും വേണമെന്നുണ്ടെങ്കിൽ എന്നാൽ ഇപ്പം ചെയ്യാം. നമ്മൾ എത്തിച്ചു കൊടുക്കും. പിന്നെ ഇപ്പൊ മീറ്റിങ്ങുകൾ സെമിനാറിനൊക്കെ ആണെങ്കിൽ ഈ സാധാരണ എല്ലാവരും പ്ലാസ്റ്റിക് ഫയലാണല്ലോ കൊടുക്കുക. നമ്മളിവിടെ മിക്കോ ഫ്രണ്ട്ലി ആയിട്ട് ബോർഡിന്റെ ഫയലുകളാണ്. അത് സ്ക്രിബ്ലിംഗ് പാഡ്, പേപ്പർ പെന്ന് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഈ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നമ്പർ കൊടുക്കും, ടീച്ചറെ നമ്പർ കൊടുക്കും. അപ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. നല്ല മെഴുകുതിരി നമുക്കിത് ആവശ്യം ഇപ്പോൾ ഒരു മെഴുകുതിരി നമുക്കിപ്പം മെഴുകുതിരിക്ക് അത്യാവശ്യമുള്ളവരോ ഒന്നുമല്ല, പക്ഷെങ്കിൽ നമുക്ക് ആ ഒരു മെഴുകുതിരി മേടിച്ചിട്ടെങ്കിലും നമ്മളെ സ്കൂളിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ എന്നുള്ളതാണ്. അതെ. അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞാണെങ്കിൽ നമ്മൾ ഓണത്തിൻ്റെ ആ സമയത്ത് ഒരു മാവേലീനെ കെട്ടിയിട്ട് നമ്മളവിടെ നിന്ന് നമ്മളെല്ലാ സുഹൃത്തുക്കളെല്ലാം കൂടി ചെറിയൊരു പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ നമ്മളെ കുറച്ച് ചെറിയ പൈസ നമ്മളെ കയ്യിൽ നിന്ന് എല്ലാവരും എടുത്തിട്ട് നമ്മളൊരു ചെറിയൊരു പൈസ ചെറിയൊരിതാണ് അത്. അവർക്ക് അങ്ങനെ ചെയ്യുന്നത് ശരിയാവുമെന്നറിയില്ല. പക്ഷേങ്കിൽ നമ്മളിത് അങ്ങനെയല്ല, നമ്മളത് ഇത് കാണിക്കുന്നത് ശരിയാവുമെന്നറിയില്ല. പക്ഷേങ്കിൽ എന്നാൽ പോലും നമ്മളിത് കാണിക്കുന്നത് കണ്ടിട്ടെങ്കിലും ചെറുതായാലും ചെയ്യാം. എത്ര വലുത് വേണമെന്നൊന്നും എവിടെ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് ചെറുത് കൂടി വലുതാവും.
അപ്പോൾ ഞാൻ ടീച്ചർക്ക് ആ വലിയ മനസ്സിന് നന്ദി. നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട്, ഇനി എല്ലാവരും നമ്മുടെ എല്ലാവരോടും പറയാം. ഒരിക്കലും കൂടി ഇങ്ങോട്ട് വരും പരിപാടിക്ക്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഒരിക്കലും കൂടി ഞാൻ പറയുന്നത്, ടീച്ചറെ കൂടിയും നമ്മുടെ ശാന്തി ദീപ സ്കൂളിൻ്റെ കൂടിയും നമ്മളെ എല്ലാ അനിയത്തി ഏട്ടന്മാരെ എല്ലാവരും കൂടെ നിൽക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇവിടെ വരെ വന്ന് ഇത്രയും സമയം നമുക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ സ്പെൻഡ് ചെയ്ത നിങ്ങളേക്ക് ആ വലിയ മനസ്സിന് ശ്രമിക്കുന്നു. ഓക്കെ ടീച്ചർ, അപ്പോൾ ഇനിയും വരാം, കാണാം. നമ്മൾ കൂടെ ഉണ്ടാവും, എന്താവശ്യത്തിന് നമ്മളെ വിളിക്കുകയും ചെയ്യാം. നമ്മുടെ നമ്പർ കാര്യങ്ങളിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. ഓക്കെ, അക്ഷയന്റെ നമ്പർ എൻ്റെ കയ്യിൽ. ആ ശരി, എനിക്ക് അക്കൗണ്ട് നമ്പർ ഒന്ന് അയച്ചാൽ ഞാൻ അതും കൂടി ഇട്ട് മെൻഷൻ ചെയ്യാം. അപ്പോൾ ശരി, എന്നാൽ നമ്മൾ ഇറങ്ങുന്നത്. ശരി. ഇപ്പോൾ പോയിട്ട് വന്നു. ഇന്നാടെ പോയരാന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിന്നും വിഷമമൊന്നുമല്ല അവരെ മുഖത്തെ ആ സന്തോഷം കാണുമ്പോൾ. നമുക്കെല്ലാം രണ്ട് കൈയുണ്ട്, കാലിൽ നടക്കാൻ പറ്റുന്നുണ്ട്, ചിരിക്കാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നല്ല പോലെ എല്ലാം നമുക്ക് കഴിയുന്നുണ്ട്. നമുക്ക് എല്ലാ കഴിവും നമ്മൾ ദൈവം സൃഷ്ടിച്ച ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അവരെ മുഖത്തെ ആ സന്തോഷം കാണുമ്പോൾ നമ്മളിന്നും വിഷമമൊന്നുമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് പൈസയോ പ്രശസ്തിയോ പദവിയോ ഒന്നുമല്ല, നമുക്ക് പരസ്പരം സ്നേഹിക്കാനും അതുപോലെ തന്നെ സഹായിക്കാനുള്ളൊരു കുഞ്ഞു മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ വീഡിയോ കാണുന്നവർ ചെറിയ രീതിയിലാണെങ്കിൽ പോലും, വളരെ ചെറിയ എന്ത് തന്നെയായാലും ഒരു സഹായം അവർക്കും ആ മക്കൾക്കും അതുപോലെ തന്നെ ആ സ്കൂളിനും വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരിക്കും അവർക്ക്. അപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ഞാനിപ്പം അവിടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു സുഖമില്ലാത്തൊരേട്ടൻ, ഞാൻ ഓരോ വീഡിയോ അടുത്തത് ചെയ്യും. അപ്പോൾ മൂപ്പരോട് ഞാനിങ്ങനെ ഇന്ന സ്ഥലത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ മൂപ്പര് പറഞ്ഞു, എടാ എന്നാൽ പിന്നെ എൻ്റെ പെൻഷൻ കിട്ടിയ ഒരു പൈസേൻ്റെ അകത്ത് ഞാൻ ഒരു 200 റുപ്യ എനിക്ക് അയച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ കണ്ണ് പറഞ്ഞു ഇവരത് പറയുന്നത് കേട്ടിട്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ 3-4 ആൾക്കാർ, വേറെ 3-4 ആൾക്കാർ എനിക്ക് പൈസ അയച്ചു തന്നു. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഞാൻ അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ആ സ്കൂളിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് അവിടെ നിന്ന് മുറിച്ച കേക്ക് ഞാൻ KR ബേക്കറി, കുളന്തക്കുള്ള മലപ്പുറവും എട്ടയാറിലുള്ള KR ബേക്കറിൻ്റെ ഓണറ പ്രസീതാട്ടിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ, പ്രസീതാട്ട ഇങ്ങനെ ഒരു കേക്ക് വേണമെങ്കിൽ അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പരനോട് പറഞ്ഞു, ഇതുപോലെ ഒരു നല്ല കാര്യത്തിനല്ലേ ഞാൻ മാക്സിമം എന്താ വേണ്ടത് വെച്ച് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് KR ബേക്കറിൻ്റെ പ്രസീതാട്ടിനും മൂപ്പരെ കൊണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല മനസ്സുള്ളവരും നല്ല മനുഷ്യന്മാരെല്ലാം നമ്മളെ ഇടയിലുണ്ട്. അത് കണ്ടെത്താൻ നമ്മൾ വൈകിപ്പോന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, മോശം ചെയ്താലും കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.